ഈവനിങ് സ്നാക്കായിട്ട് ഉള്ളിവടയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരു 5 സബോള എടുത്തിട്ടുണ്ട്. 5 സബോള നല്ല നൈസായിട്ട് അരിഞ്ഞിട്ട് അതിൽ ഞാൻ ഉപ്പിട്ട് കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഉള്ളിവടയിലേക്ക് ആവശ്യമുള്ള ഉപ്പാണ് അത്, 1 സ്പൂൺ ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. ഇത് ടേബിൾ സ്പൂണായ കാരണമാണ് അത്ര അതിൽ കാണുന്നത്. എന്നിട്ട് അതിൻ്റെ ഒപ്പം തന്നെ ഞാൻ ഒരു 2 പച്ചമുളക്, ഇഞ്ചി ഒരു ചെറിയ കഷ്ണം, വേപ്പില, കുറച്ച് മല്ലിയില ഓപ്ഷനലാണ് കേട്ടോ, ഉണ്ടെങ്കിൽ മതി. അപ്പോൾ അതൊക്കെ കൂടിയിട്ട് ഞാൻ ഇതിൻ്റെ കൂടെ ഇളക്കി യോജിപ്പിക്കാൻ പോവുകയാണ് സബോളയുടെ കൂടെ. അപ്പോൾ സബോള വളരെ ശക്തിയിൽ നല്ല ബലത്തിൽ തന്നെ ഇത് നന്നായി തിരുമ്പി ഉടയ്ക്കണം. അപ്പോൾ ഇതിലുള്ള നീര് തന്നെയാണ് നമ്മളിനി പൊടി ചേർക്കുമ്പോൾ എടുക്കുക, വേറെ വെള്ളമൊന്നും ചേർക്കില്ല. ഈ സബോള നന്നായി ഉടയ്ക്കണം, ഓരോന്നായിട്ട് വേർതിരിച്ച് നന്നായി ഉടഞ്ഞ് സോഫ്റ്റ് ആവണം ഈ സബോള. അപ്പോൾ കുറച്ച് ഇളക്കി കൊടുക്കാനുണ്ട്. കൈ നീറുന്നുള്ളവർ ഒരു ഗ്ലൗസ് ഇട്ടിട്ട് ചെയ്താൽ മതി. സബോള അധികം ചേർക്കുന്നതാണ് നമ്മുടെ ഉള്ളിവടയിൽ ടേസ്റ്റ്. അപ്പോൾ അത് കാരണം ഞാൻ അത്യാവശ്യം ഉള്ളി ചേർത്തിട്ടുണ്ട്. ചിലർ കുറച്ച് ഉള്ളി കുറയ്ക്കും. ഇപ്പോൾ ഉള്ളിവട എന്ന് പറയുന്നത് തന്നെ ഉള്ളിയുടെ ഇതാണല്ലോ. അപ്പോൾ ഉള്ളി ഞാൻ അത്യാവശ്യം വലിപ്പമുള്ള സബോളയാണ് എടുത്തിട്ടുള്ളത്. നന്നായി തിരുമ്പി ഉടയ്ക്കണം. എനിക്കിതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചെയ്തത് കയ്യിന് അങ്ങനെ മുളക് കയ്യിൽ പറ്റുമെന്നുള്ളതൊന്നുമില്ല. ചിലർക്ക് നീറും. എനിക്കൊക്കെ ആദ്യകാലത്ത് ഇങ്ങനെ പച്ചമുളക് ഇങ്ങനെ കൂട്ടി തിരുമ്പി വയ്ക്കുമ്പോൾ കൈ നീറാറുണ്ട്. അപ്പം അങ്ങനെയുള്ളൊരു ഗ്ലൗസ് ഇട്ടാൽ മതി. തുടക്കക്കാർക്കൊക്കെ അങ്ങനെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കാരണം നമ്മൾ നന്നായി ഇതങ്ങോട്ട് ചേർക്കുന്നുണ്ടല്ലോ സബോളയിൽ. വെള്ളമൊക്കെ ഇങ്ങനെ അങ്ങോട്ട് പോരണം. അങ്ങനെ ഉടച്ച് തിരുമ്പി നമ്മളെടുക്കണം. എന്നിട്ട് ഇതൊരു 10-15 മിനിറ്റ് അല്ലെങ്കിൽ ഒരു അരമണിക്കൂറൊക്കെ വെക്കാം. ഞാനിപ്പോൾ ഒരു 15 മിനിറ്റാണ് വെക്കുന്നത്. അപ്പോൾ ഇതേപോലെ ഉടച്ചിട്ടുണ്ട് ഞാൻ, കണ്ട. ഇനി ഇതൊരു 15 മിനിറ്റ് ഞാൻ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഈ 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട്. ഇനി ഇതിൽ ചേർക്കണത് ഒരു 4 ടേബിൾ സ്പൂണ് മൈദപ്പൊടി അതിൻ്റെ അടിയിൽ കിടക്കുന്നുണ്ട്, കണ്ടോ. പിന്നെ ഒരു 4 ടേബിൾ സ്പൂണ് കടലമാവും, മൈദയും കടലമാവും കൂടി സമാസമം ചേർത്തിട്ടാണ് ഇടണത്. ഇപ്പോൾ ഈ ഉള്ളിയിൽ നമ്മൾ വേറെ വെള്ളമൊന്നും ചേർക്കണില്ല. നമ്മളിതിൽ ഈ പൊടി ഇളക്കി യോജിപ്പിക്കുകയാണ്. വളരെ എളുപ്പമുള്ളൊരു പരിപാടിയാണ്. അപ്പോൾ ആ സ്പൂൺ കൊണ്ട് തന്നെ ഒന്ന് എല്ലായിടത്തും ഒന്നായി കിട്ടാനായിട്ട് ഇങ്ങനെ ചെയ്താൽ മതി. ചില സ്ഥലത്ത് കട്ട കുത്തി നിൽക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ഒന്ന് ഇളക്കി എടുത്തിട്ട് പിന്നെ കൈ കൊണ്ട് ചെയ്യാം. ഉള്ളിവട എല്ലാവർക്കും ഇഷ്ടമാണെന്ന് തോന്നണം. എനിക്ക് ഒരുവിധം ഒരു ഈവനിങ് സ്നാക്കായിട്ട് ഇവിടെ ഒരുവിധം ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇഷ്ടമുള്ളവരാണ്. ഞാൻ അധികം ഉണ്ടാക്കില്ല, അന്ന് വളരെ അത്യാവശ്യമുള്ള തന്നെ ഉണ്ടാക്കുള്ളൂ. വയസ്സാവുമ്പോൾ ഇതൊക്കെ കുറയ്ക്കണം എന്നാണ് പറയണത്. പക്ഷേ ഈവനിങ് ആകുമ്പോൾ പിന്നെ എല്ലാവർക്കും എന്തെങ്കിലും കഴിക്കില്ല. നമ്മൾ പുറത്തുനിന്ന് അങ്ങനെ വാങ്ങി കഴിക്കില്ല. പിന്നെ ബിസ്ക്കറ്റൊന്നും ആർക്കും ഇഷ്ടമില്ല. അപ്പോൾ ഇങ്ങനത്തെ എന്തെങ്കിലും തന്നെ വേണം. അപ്പോൾ ഞാൻ പിന്നെ ആ നേരമാകുമ്പോൾ ഹെൽത്തി കാര്യങ്ങളൊക്കെ ചിലപ്പോൾ മറക്കും. 2 എണ്ണം ഞാനും കഴിക്കും. എനിക്കങ്ങനെ കഴിക്കാനൊന്നും പാടില്ലാത്തതാണ്. അപ്പോൾ എണ്ണ ചൂടായി വന്നപ്പോൾ ഞാൻ ഓരോന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൽ ഞാൻ 3 എണ്ണം ഇട്ടിട്ടുള്ളൂ. കാരണം അധികം ഇട്ടാൽ നമുക്ക് തിരിച്ച് മറിച്ചിടാനായിട്ട് ഒരു പാടാണ്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഇട്ട് കൊടുക്കുക, മറിച്ചും തിരിച്ചിട്ടത് വേവിച്ചെടുക്കുക. അതെന്ന് വെച്ചാൽ നല്ല ഫ്ലെയിം വലുതാക്കി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുറം കരിയും, ഉള്ളാണെങ്കിൽ വേവില്ല. ഇതിപ്പോൾ നല്ല ക്രിപ്സി ആയിട്ടിരിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിങ്ങനെ ചെറു തീയിലിട്ടിട്ട് തിരിച്ചും മറിച്ചിട്ട് കൊടുത്തിട്ട് നമ്മൾ എടുക്കണം. അപ്പോൾ കുറച്ച് ടൈം പോയാലും നല്ല ടേസ്റ്റായിട്ട് ഉള്ളിവട കിട്ടും. അല്ലെങ്കിൽ പുറം ഭാഗം കരിഞ്ഞിരിക്കും. ഉള്ളിയൊക്കെ ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കണ കാരണേ അതൊക്കെ ഇങ്ങനെ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ആയി വന്നിട്ട് നമുക്ക് എടുക്കാം. ഇതാണ് അതിൻ്റെ ഒരു ഗോൾഡൻ കളർ, കണ്ട. അപ്പോൾ നല്ല ക്രിപ്സി ആയിട്ടുള്ള ഉള്ളിവട റെഡി. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.